ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് 26 കിലോ സ്വർണവുമായി മുങ്ങിയ മുൻ മാനേജർ മഥ ജയകുമാറിനെ വടകരയിലെത്തിച്ചു. കർണാടകയിലെ ബീദറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിൽ നിന്ന് 42 അക്കൗണ്ടുകളിൽ നിന്നായി 26.24 കിലോ സ്വർണം കടത്തിയെന്നാണ് മഥ ജയകുമാറിനെതിരായ പരാതി. അടിപിടി കേസിൽ ഇയാൾ തെലങ്കാന പോലീസിന്റെ പിടിയിലായിരുന്നു. അന്വേഷണത്തിൽ വടകരയിൽ ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുള്ളതായി മനസ്സിലായി. തുടർന്ന് വടകര പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വടകരയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം കർണാടകയിലേക്ക് പോയത്. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് വടകരയിലെത്തിച്ചത്. ഇയാൾ കടത്തിയെന്ന് പറയുന്ന 26.24 കിലോഗ്രാം സ്വർണം കണ്ടെത്താനുണ്ട്. തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം മഥ ജയകുമാർ പുറത്തുവിട്ട വീഡിയോയിൽ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയുമായി ഇടപാടുണ്ടെന്ന് മഥ ജയകുമാർ ആരോപിച്ചിരുന്നു. 42 അക്കൗണ്ടുകളിലെ സ്വർണം തിരിമറി നടത്തിയിട്ടും ഒരു ഇടപാടുകാരൻ പോലും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഇതേക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. 42 അക്കൗണ്ടുകളുടെ വിവരവും പോലീസ് ശേഖരിച്ചു. ബാങ്കിൽ പുതിയതായി എത്തിയ മാനേജർ നടത്തിയ അന്വേഷണത്തിലാണ് 26.24 കിലോ സ്വർണം മോഷ്ടിച്ച് പകരം മുക്കുപണ്ടം വെച്ചതായി കണ്ടെത്തിയത്. 24 കോഴിക്കോട്.